ഹല്ലേലൂയ. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടി താവളം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം തിരുലിഖിതം. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് എന്നതിനെക്കുറിച്ചാണ്. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ എളിമപ്പെടുത്താം. എവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ? എവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്? എവിടെയാണ് ദൈവം തൻ്റെ കടാക്ഷം അയക്കുന്നത്? വചനം പഠിപ്പിക്കുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ അത്യധികം എളിമയോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ, സർവശക്തമായ വചനത്തിന് മുമ്പിൽ ദൈവമക്കൾ നിലകൊണ്ടപ്പോൾ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് വർഷിച്ചു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങളുടെ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ഒന്നിനോടൊന്ന് തടസ്സം വന്ന് ഞങ്ങൾ നരകിക്കുകയായിരുന്നു. ഏതാണ്ട് 7 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥലവിൽപ്പനയ്ക്ക് ആരും മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് ടെലിവിഷനിലൂടെ ഈ വചന ശുശ്രൂഷയെ പരിചയപ്പെടാൻ ഇട വന്നത്. ടെലിവിഷനിലൂടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വലിയ എളിമയോടെ യേശുവേ എന്ന് വിളിച്ച് ഞങ്ങളുടെ ദുഃഖങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. 3 ആഴ്ചകളിൽ മുടങ്ങാതെ യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ 7 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന സ്ഥലവിൽപ്പന സംബന്ധമായ തടസ്സങ്ങൾ മാറി ഞങ്ങളുടെ സ്ഥലം അത്ഭുതകരമായി വിൽപ്പന നടന്നു. കണ്ണുനീരോടെ ദൈവവചനത്തിന് മുമ്പിൽ നിൽക്കുന്നവരെ ദൈവം അറിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. 7 വർഷമായി നരകിച്ചുകൊണ്ടിരുന്ന, വേദനിച്ചുകൊണ്ടിരുന്നൊരു കുടുംബത്തിൽ വചനം കേട്ട് യേശുവിനെ വിളിച്ചപ്പോൾ യേശു അരികത്തുണ്ടെന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തൊരു സംഭവമാണ് അവർ നമ്മളോട് പങ്കുവെച്ചത്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്താം. ഓ ദൈവമേ, ഇപ്പോൾ ഈ വചനം കേൾക്കാൻ അവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ ദാസീദാസന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഉന്നതമായ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എല്ലാവരും മനസ്സ് തുറന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ പരിശുദ്ധാത്മാവേ ജ്ഞാനത്താൽ നിറച്ചിടണേ. പരിശുദ്ധാത്മാവേ നിറച്ചിടണേ. കരഞ്ഞു നിലവിളിക്കുന്നു. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ ജ്ഞാനത്താൽ നിറച്ചിടണേ. നിറച്ചിടണേ. ജ്ഞാനം, ബുദ്ധി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. ആത്മാവേ, ജ്ഞാനം, ബുദ്ധി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. കരങ്ങൾ ഉയർത്തി നിന്നാത്മാവാ ദൈവമേ നിറച്ചിടണേ. പിതാവേ, നിറച്ചിടണേ. പിതാവേ, നിറച്ചിടണേ. പിതാവേ, നിറച്ചിടണേ. ദാഹിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്നാത്മാവാ അഭിഷേകം ചെയ്യണമേ. നിറച്ചിടണേ. അഭിഷേകം ചെയ്യണമേ. നിറച്ചിടണേ. നിറച്ചിടണേ. സ്പർശിക്കണമേ. നിറച്ചിടണേ.
അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം തിരുലിഖിതം. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 22-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക, ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. കുറേ സന്തോഷം ഇങ്ങോട്ട് വരുമ്പം നെകളിച്ച് വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ പറയരുത്. കുറേ ദുഃഖം ഇങ്ങോട്ട് വരുമ്പം സങ്കടപ്പെട്ട് വായിൽ വന്നത് ചറുപറാന്ന് വിളിച്ചു പറയുന്ന രീതിയും ദൈവവചനം അനുവദിക്കുന്നില്ല. അമിതമായ ദുഃഖത്തിലാണെങ്കിലും അധികമായ സന്തോഷത്തിലാണെങ്കിലും ഒരു ബാലൻസിൽ ആലോചിച്ച് സംസാരിക്കുക. ഇതാണ് ദൈവവചനം നമുക്ക് തരുന്ന നിർദ്ദേശം. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ കൊണ്ടുവരാം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുലിഖിതമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അവിടുത്തെ കഥാപാത്രത്തിൻ്റെ പേരാണ് ഹെറോദോസ് രാജാവ്. ഹെറോദോസ് വളരെ ശക്തനും ആ ദേശത്ത് വളരെ ബലത്തോടും കൂടെ വസിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ്. അദ്ദേഹം സഹോദര ഭാര്യയുമായ ഹെറോദിയുമായി അവിഹിത ബന്ധത്തിലാണ്. സ്നാപക യോഹന്നാൻ, അതിശക്തനായ സ്നാപക യോഹന്നാൻ ഈ ഹെറോദിയുമായുള്ള അവിഹിത ബന്ധത്തെ അതിനിശിതം വിമർശിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൽ ഹെറോദോസിന് മാനസാന്തരത്തിൻ്റെ വചനങ്ങൾ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഹെറോദോസ് സ്നാപക യോഹന്നാനെ ആദരിച്ചു പോന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ദൈവത്തിൻ്റെ സ്വരം എന്ന വിധത്തിൽ ഹെറോദോസ് കേട്ടിരുന്നു. സ്നാപക യോഹന്നാൻ്റെ ജനനം നമുക്കറിയാം. സക്കറിയ എന്ന പുരോഹിതന് നേരിട്ട് അരുളപ്പാടുകളിലൂടെ ഇടപെട്ട് വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത പുത്രനാണ് സ്നാപക യോഹന്നാൻ. ഈ സ്നാപക യോഹന്നാന്റെ ജനനം, ഈ സ്നാപക യോഹന്നാന്റെ ജീവിതം, ഇതിലെല്ലാം ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. വെട്ടുകിളികൾ കാട്ടുതേനും കഴിച്ച് ഉഗ്രമായ തപസ്സോടുകൂടെ ജീവിതം ദൈവത്തിന് കൂടെ അർപ്പിച്ചിരുന്ന അതിശക്തനായ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. യേശു മാമോദിസം മുങ്ങിയത് ഈ സ്നാപക യോഹന്നാന്റെ കൈകളിൽ നിന്നാണ്. യേശുവിൻ്റെ വരവിന് തൊട്ടു മുമ്പ് സ്വർഗം ഇറക്കിയ അത്യുന്നത ദൈവദാസനാണ് സ്നാപക യോഹന്നാൻ. ഇത്രമാത്രം അത്യുന്നതിയിൽ നിൽക്കുന്ന ഈ സ്നാപക യോഹന്നാനെ ഹെറോദോസ് ഹൃദയം കൊണ്ട് ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ആദരിച്ചു പോന്നു. എന്നാൽ ഇതാ ഹെറോദോസും ഹെറോദോസിൻ്റെ രാജാസേവകന്മാരും സഹസ്രാധിപന്മാരും ഗലീലിലെ പ്രമാണികളും ഹെറോദോസിൻ്റെ ജന്മദിനത്തിൽ ഒരുമിച്ച് കൂടി അവർ വിരുന്ന് ആസ്വദിക്കുകയാണ്. ആ സമയത്ത് ഹെറോദോസിൻ്റെ സഹോദര ഭാര്യയായ ഹെറോദോസ് അവിഹിത ബന്ധത്തിൽ വെച്ചുകൊണ്ടിരുന്ന ഹെറോദ്യയുടെ മകൾ വന്ന് മനോഹരമായ ഒരു നൃത്തം ചെയ്തു. ആ നൃത്തം കണ്ട് ഹെറോദോസിൻ്റെയും അവിടെ ഉണ്ടായിരുന്ന കാണികളുടെയും ഹൃദയം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞ്, അങ്ങനെ സന്തോഷത്തിൽ മതി പറന്ന് ഹെറോദോസ് ഉടൻ തന്നെ പറയുന്നൊരു വചനവാക്യമാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, ആലോചനയില്ലാതെ പൊടുന്നനെ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുമ്പോൾ പൊടുന്നനെ പറഞ്ഞ് വിടുവാക്കാണിത്. നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും എന്ന് ഈ കുട്ടിയോട് ഹെറോദോസ് വാക്ക് കൊടുക്കുകയാണ്. ആ കുട്ടി വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? ഹെറോദ്യ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ്. ആ കുട്ടി രാജാവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുകയാണ്, അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇടിവെട്ടേറ്റതുപോലെ ആയിപ്പോയി. ഹെറോദോസിന്റെ മുഖം കരിവാളിച്ച്. കാരണം
അവൻ അത്യധികമായി ആദരിച്ചിരുന്നൊരു വ്യക്തിയാണ് സ്നാപകൻ. ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഹെറോദോസ് ആദരിച്ചിരുന്നൊരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. എന്നാൽ താൻ പറഞ്ഞ വാക്ക് ഇനി പിൻവലിക്കാൻ നിവൃത്തിയില്ല. ഇതാ ആ സ്നാപക യോഹന്നാൻ്റെ ശിരസ് വെട്ടിയെടുക്കാൻ വേണ്ടി ഹെറോദോസ് മനസ്സോടെ രാജസേവകന്മാരെ നിയോഗിക്കുകയാണ്. അത്യുന്നതനായ ഒരു ദൈവദാസന്റെ ശിരസ് അറ്റുപോകാനുള്ള ഒരു കാരണം വിവേകം കെട്ട ഒരു സംസാരമാണ്. പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്നൊരു ഭരണാധിപന്റെ ആലോചനയില്ലാത്തൊരു സംസാരം അത്യുന്നതനായൊരു ദൈവദാസന്റെ ജീവൻ ഈ ഭൂമി നഷ്ടപ്പെടാൻ, ആ രക്തം ഈ ഭൂമി വീണ് ഈ ഭൂമി ശാപഗ്രസ്തമാകാൻ കാരണമായി തീർന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിരപ്പായ വഴിയാണെങ്കിലും പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 22-ാം വാക്യം, വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൽ 21-ാം വാക്യം, നിരപ്പായ വഴിയിൽ അമിതമായ ആത്മവിശ്വാസം അരുത്. ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും കരുതലോടെ ചെയ്യണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരുപാട് വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 16-17 തിരുലിഖിതങ്ങളിൽ ഇതാ പരിശുദ്ധാത്മാവ് ആലോചനയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ബുദ്ധിപൂർവകമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവകമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റത്ത് ഇളകിപ്പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീരമായ മനസ്സ് അപകടത്തിൽ ചാഞ്ചാടും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഒരു അപകടം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സ് കടന്ന് ആടി ഉലയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് ആലോചനയിൽ അടിത്തറയിട്ട് വളർത്തിയിട്ടില്ല എന്നുള്ളതാണ്. എത്രമാത്രം കഷ്ടം വന്നാലും ആലോചനയിൽ അടിത്തറയിട്ട് വളർത്തിയിട്ടുള്ള ഒരു മനസ്സാണെങ്കിൽ വിപത്സന്ധിയിൽ അത് പതറുകയില്ല. തോബിത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7 തൊട്ട് 15 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ആലോചനയിൽ അടിത്തറയിട്ട് വളർത്തിയ മനസ്സിൻ്റെ ഒരു ലക്ഷണം, മനസ്സിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ചിത്രീകരിക്കപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അത് സാറ എന്നൊരു ദൈവ പൈതലിൻ്റെ ജീവിതമാണ്. സാറയുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ണുനീരും വേദനയും ഉണ്ടായിട്ടുണ്ട്. സാറ കല്യാണം കഴിച്ച 7 ചെറുപ്പക്കാരെയും കല്യാണ ദിവസം തന്നെ രാത്രി സാറയുടെ കൺമുമ്പിലിട്ട് ആസ്മോദേവസ് എന്നൊരു പിശാച് കൊല ചെയ്തു. ആ 7 ഭർത്താക്കന്മാരും മരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടു നിൽക്കേണ്ട ഒരു ഗതികേടാണ് സാറയുടെ ജീവിതത്തിലുണ്ടായത്. പിന്നീട് കല്യാണോദന വരുന്നില്ല, കുടുംബം മുഴുവൻ മ്ലാന ദുഃഖമായി കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് സാറയുടെ കുടുംബത്തിലെ വേലക്കാരികൾ പോലും സാറായെ ചിറുക്കി തോണ്ടി ഒരുപാട് ദുഃഖിപ്പിക്കുന്നുണ്ട്. അത് തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ പരിചാരികമാൾ അവരോട് ചോദിച്ചു, നീ തന്നെയല്ലേ നിന്റെ ഭർത്താക്കന്മാരെ കഴുത്തു ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്ന എന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും പോയി അവരോട് കൂടെ ചാകുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്കിടവരാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ചീത്ത വാക്കുകൾ ഈ വേലക്കാരികൾ പോലും സാറായോട് പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവളെ ആരും ഇന്ന് ബഹുമാനിക്കുന്നില്ല. ജീവിതം നശിച്ച ഒരവസ്ഥയിൽ സാറ 7 ഭർത്താക്കന്മാർ മരിച്ചതിന് ദുഃഖത്തിൽ, ജീവിതം നശിച്ചതിന് ദുഃഖത്തിൽ, ഇനി ആരും സഹായത്തിനില്ല, അനാഥത്വത്തിലും വലിയ പരിത്യക്താവസ്ഥയിലും വേദനിക്കുകയാണ്. സ്വന്തം അപ്പനും അമ്മയ്ക്ക് പോലും ഇപ്പോൾ ഇവളെ സഹായിക്കാൻ പറ്റുന്നില്ല. ആ കൊടിയ വേദനയുടെ നടുവിൽ അവൾക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു. ആ ചിന്തയാണ് തൂങ്ങിച്ചാകാം. അതാണ് 10-ാമത്തെ വാക്യം. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. പക്ഷേ അവൾ ചെറുപ്പം മുതൽ ദൈവവചനത്തിൽ പരിശീലനം നേടിയ കുട്ടിയാണ്. ഉടനെ അവൾ ദൈവവചനപ്രകാരം ആലോചന കൊണ്ട് അടിത്തറയിട്ട മനസ്സായതുകൊണ്ട് ആലോചിച്ച് മുന്നോട്ട് പോകാൻ അവളെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണ്. അവൾ ചിന്തിക്കുകയാണ്. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു, ഞാൻ പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം. വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. നോക്ക്, എത്ര പക്വതയുള്ള ചിന്ത, എത്ര തെളിഞ്ഞ ചിന്ത. കഠിനമായ ദുഃഖത്തിൻ്റെ നടുവിലാണെന്ന് ഓർക്കണം.
അത്യധികമായ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് പക്വതയുള്ള ചിന്ത അവളെ ബലപ്പെടുത്തുകയാണ്. അവൾ ആ ചിന്ത കൊണ്ട് അവൾ ബലം പ്രാപിച്ചു. അവളുടെ മനസ്സ് ചാഞ്ചാടിയില്ല, അവളുടെ മനസ്സ് അധീരമായില്ല. അവൾ ധീരതയോടെ മുന്നോട്ട് ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് ധീരതയോടെ മുന്നോട്ട് പോവുകയാണ്. അതാണ് 11-ാമത്തെ വാക്യം. അവൾ കിളിവാതിലിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ഇനി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. ആലോചന ഇല്ലാത്തവർ എന്തൊക്കെ പറയും? ഓ ദൈവമേ, നീ എന്താ എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചത്? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഞാൻ എന്തിനാ ജീവിക്കണത്? എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് വലിക്കണത്? ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ വാവിട്ട് പലതും പുലമ്പുന്ന സമയമായി മാറാൻ പലർക്കും ഇത്. എന്നാൽ അവൾ പുലമ്പിയില്ല. അവൾ എന്താ പറഞ്ഞത് ശ്രദ്ധിക്കൂ. അതാണ് തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ. നോക്കുക, എത്രയോ ആദരവ് നിറഞ്ഞ വാക്കുകളിലൂടെയാണ് ഈ കൊടിയ വേദനയുടെ നടുവിൽ അവൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഹല്ലേലൂയ. ആലോചനയില്ലാത്ത അബ്രാഹത്തിൻ്റെ ഒരു പുത്രി ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. അതായത് ഭർത്താവ് മരിച്ച് അതിൻ്റെ വേദനയിൽ നിലവിളിക്കുന്ന സമയമാണ്. നിലവിളിക്കുമ്പോൾ അതെന്താണെന്നറിയാം പറയണത്? എനിക്ക് യേശുവിനെ ഇഷ്ടമല്ല, ഞാൻ യേശുവിനെ ശപിച്ചു തള്ളുന്നു, എനിക്ക് യേശുവിനെ വേണ്ട, ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല. ഇങ്ങനെ ദൈവത്തിനെ ചീത്ത വിളിക്കുന്ന, തെറി വിളിക്കുന്ന ചില രംഗങ്ങൾ ഞാൻ ആ മരണ വീട്ടിൽ കാണുകയാണ്. എന്താ കാരണം? ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചു, അതിൻ്റെ ദുഃഖം അങ്ങോട്ട് കയറിയപ്പം വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ ദൈവത്തെയും സ്വർഗത്തെയും യേശുവിനെയും ഒക്കെ ദുഷിച്ച് നിന്ദിച്ച് നിഷേധിച്ച് പറഞ്ഞ് അങ്ങനെ പുലമ്പുന്ന ഒരു രംഗം ഞാൻ കാണുകയുണ്ടായി. എന്നാൽ ഈ സാറ് നോക്ക്, ഒരു ഭർത്താവ് 7 ഭർത്താക്കന്മാർ കൊല ചെയ്യപ്പെട്ട് ജീവിതം നശിച്ച് ഇനി മുന്നോട്ട് എല്ലാം തകർന്ന് സ്വന്തം അപ്പനും അമ്മയും വാർദ്ധക്യത്തിൽ നിന്ന് വേദനിക്കുകയാണ്. കുടുംബം മുഴുവൻ കണ്ണുനീരിലാണ്. അതിൻ്റെ നടുവിലും ആലോചനയുള്ള മനസ്സായതുകൊണ്ട് അവൾ നിയന്ത്രണം വിടാതെ ഇതാ പക്വതയോടെ പെരുമാറുകയാണ്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ 16, 17, 18 വാക്യങ്ങളിൽ കാണുന്നത്. ബുദ്ധിപൂർവകമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെ തന്നെ. മലമുകളിലെ വേലി കാറ്റത്തിളകി പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീരമായ മനസ്സ് അപകട സമയത്ത് ചാഞ്ചാടും, ചഞ്ചല ചിത്തമാകും. ഇതാ വിശുദ്ധ ലിഖിതം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ഒരു ദൈവ പൈതലിന് ദൈവത്തോടുള്ള വലിയ പ്രാർത്ഥനയാണ്. വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ, ആലോചനയോടെ ജീവിക്കാനുള്ള അഭിഷേകം എനിക്ക് തരണമേ. ഇതല്ലേ ആ ദൈവ പൈതൽ പ്രാർത്ഥിച്ചത്? സഭാപ്രസംഗന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം വചനം നിരോധിക്കുകയാണ്. വിവേകശൂന്യമായി ഒരിക്കലും നീ സംസാരിക്കരുത്. എത്ര കൊടിയ വേദനയാകട്ടെ, എത്ര വലിയ സന്തോഷമാകട്ടെ, നീ ആലോചന കൂടാതെ നീ മുന്നോട്ട് പോകരുത്. നീ ആലോചന കൂടാതെ സംസാരിക്കരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൽ 18-ാം തിരുലിഖിതം ഇതിനെക്കുറിച്ച് വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ആലോചനയോടെ നീ പദ്ധതി തയ്യാറാക്കുക. ബുദ്ധിപൂർവമായ നിർദ്ദേശമനുസരിച്ച് മാത്രം നീ യുദ്ധം ചെയ്യുക. ആലോചനയോടെ നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. നീ വികാരാവേശത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടി നീ എടുത്തു ചാടരുത്. നിനക്കൊരു വികാരം വരും, ഉടനെ തന്നെ ആ വികാരത്തിനനുസരിച്ച് നീ പ്രതികരിക്കരുത്. അത് നിന്റെ ആത്മാവിനെ നിത്യനാശത്തിൽ എത്തിക്കുകയുള്ളൂ. ആ സാറ കഠിന ദുഃഖത്തിന് നടുവിൽ അവൾ ആലോചനയോടെ അവളുടെ വാക്കുകളെ ക്രമപ്പെടുത്തി. അവളുടെ പ്രാർത്ഥനയെ ആലോചനയുടെ ബേസ്മെൻറ്റിൽ അവൾ ക്രമപ്പെടുത്തി. അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞു, അവൾ പ്രാർത്ഥിച്ചു, അതിന് ഉത്തരവുണ്ടായി. അന്ന് തന്നെ സ്വർഗം അവളുടെ ദുഃഖത്തിൽ ഇടപെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവവചനപ്രകാരം ആലോചനയിൽ അടിത്തറയിട്ട ജീവിതമാണെങ്കിൽ ഏത് വിപത്സന്ധിയിലും കുലുങ്ങാൻ ദൈവം സമ്മതിക്കില്ല. അത് ആ വ്യക്തി യുദ്ധം ചെയ്യുന്നത് ആലോചനയുടെ പിൻബലത്തിലാണ്. അവിടെ ദൈവം വിജയം കൊടുക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം അതിൽ 15-ാം തിരുലിഖിതം, അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ നീ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് നീ ചെയ്യുക. ഓരോ സംഗതിയും ആലോചിച്ച് നീ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം
ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവജനത നൽകുന്ന നിർദ്ദേശമാണ്, വികാരാവേശത്തോടെ ഒന്നും പ്രവർത്തിക്കരുത്, ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ആലോചനയോടെ ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്താൻ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കണ്ണുകൾ അടയ്ക്കുകയാണ്, രണ്ട് കരങ്ങളും തുറന്നു പിടിക്കുകയാണ്. ഓ ദൈവമേ, സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിച്ച് ആലോചന, ദൈവഭക്തി, ജ്ഞാനം, വിവേകം, ബുദ്ധി, അഭിഷേകം ഇവ കൊണ്ട് നിറയ്ക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിജ്ഞാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിജ്ഞാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ. ജ്ഞാനം, ബുദ്ധി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. ദൈവമേ, ജ്ഞാനം, ബുദ്ധി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, അത്യുന്നത അഭിഷേകമേ, ഇപ്പോൾ വ്യാപരിക്കണമേ, ഹൃദയങ്ങളെ ഉണർത്തണമേ, ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ. മൂഢത വിട്ടുപോകട്ടെ, ബോഷ്കിന്റെ സ്വഭാവം വിട്ടുപോകട്ടെ. വികാരാവേശത്തോടെ പ്രതികരിക്കുന്ന ആ ബന്ധനങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വികാര തളലിൽ ആറാടുന്ന ജീവിതങ്ങൾ ഇപ്പോൾ ആലോചനയുടെ അടിത്തറകളിൽ സ്ഥാപിക്കപ്പെടുന്ന, ആലോചനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവിതമായി രൂപാന്തരപ്പെടട്ടെ കർത്താവേ. ആലോചന, ദൈവഭക്തി, ദൈവഭയം, വിശുദ്ധി, ദൈവകൃപ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഓ ദൈവമേ പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞു മക്കളെ അഭിഷേകം ചെയ്യണമേ, യുവതി യുവാക്കന്മാരെ പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ. ഓ ദൈവമേ, ജീവിതത്തിൽ വികാരാവേശത്തോടെ സംസാരിച്ച് ഒരുപാട് പേരെ മുറിപ്പെടുത്തുന്ന, ജീവിതത്തിൽ നന്മ നശിപ്പിച്ചു കളയുന്ന, ഓരോ തരത്തിലുള്ള തിന്മയുടെ സാഹചര്യങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥയിൽ വേദനിക്കുന്ന ഓരോ ആത്മാക്കളിലേക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. ആവർത്തിച്ച് ദാഹത്തോടെ വിളിക്കുന്നു, കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, 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 നിറച്ചിടണേ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം തിരുലിഖിതം. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus. ആരാധന, ആരാധന,
രാജാധിരാജന് ആരാധന 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 ലോകൈകനാഥന് ആരാധന 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 രാജാധിരാജന് ആരാധന 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 ലോകൈകനാഥന് ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ ഓരോ തകർച്ചകളും തെറ്റുകുറ്റങ്ങളും ഓർത്ത് ഞാനും നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. രക്ഷിതാവായ യേശുവിനെ വിളിക്കുക. ഇതാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ട് കരങ്ങളും യേശുവിനെ സന്നിധിയിലേക്ക് ഉയർത്തി, മകനെ മകളെ, നീ ഹൃദയം തുറന്ന് യേശുവിനെ ഒന്ന് വിളിക്കുമോ? ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 നീ മാത്രമെൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം.